ഹായ് വ്യൂവേഴ്സ്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോഗ്സിൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു റാഷ് പോലെ വരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് പോലെ വന്നിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്, ഡാൻഡ്രഫ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് തന്നെയായിരിക്കും മിക്ക ഡോഗ്സിനും ആവശ്യമുള്ളൊരു കാര്യവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേറെന്തോ സ്കിൻ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്നു. ആ ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്ന് തരുന്നു, അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആകും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അത് വരും. ഞാനിത് ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ പപ്പിയിൽ. അപ്പോൾ എന്താണ് ആ സംഭവം എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇതിനെക്കുറിച്ചിട്ടൊന്നും അങ്ങനെ ആധികാരികമായിട്ട് പറയാനായിട്ട്, ഞാൻ വെറ്റിനറി ഡോക്ടറല്ല, ഞാൻ ഡെൻറ്റിസ്റ്റാണ്. 5 കൊല്ലമായിട്ട് ഞാനൊരു ഷിറ്റ്സൂനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതിന് പിന്നിലെ കാരണം. ഈ ഷിറ്റ്സൂനെ പോലെ തന്നെ നല്ല പൂടെയുള്ള ബ്രീഡുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ല പോലെ ഡ്രൈ ചെയ്യണം. കാര്യം അവരുടെ കോട്ട് നല്ല തിക്കായതുകൊണ്ട് ഈ മോയ്സ്ചർ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അത് നല്ലോണം നമ്മൾ ഡ്രൈ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഫംഗസ് പോലെയും ഡാൻഡ്രഫ് പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഡോഗ്സിൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ ആ ഹീറ്റ് അവരുടെ സ്കിന്നിന് അത് പറ്റത്തില്ല. അപ്പോൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും എയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫാനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. പെട്ടെന്ന് അവർ അങ്ങ് ഡ്രൈ ആകും. ഈ ഡ്രൈ ആയതിന് ശേഷം നല്ലോണം ഒന്ന് കോംബ് ചെയ്തിട്ട് ഒരു 3 മുതൽ 4 ഡ്രോപ്പ് ഓയിൽ കയ്യിലെടുത്ത് നല്ലോണം ഒന്ന് കയ്യിൽ റബ്ബ് ചെയ്തതിന് ശേഷം അവരുടെ ആ പൂടയ്ക്കുള്ളിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഭയങ്കര ഡ്രൈയിങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സെക്രീറ്റായി വരുന്നതിനിടയ്ക്ക് ഇവർക്ക് ഈ ഡ്രൈനെസ് കാരണം ഈ ചൊറിച്ചിലും അതുപോലെ ചൊറിഞ്ഞ് പൊട്ടുകയും പിന്നെ ഈ ഡാൻഡ്രഫ് പോലത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിങ്ങനെ മുടിയിൽ മൊത്തം ഒട്ടിയിട്ട് വൃത്തികേടാകും. ഒരു 4 ഡ്രോപ്പ് മുതൽ 5 ഡ്രോപ്പ് ധാരാളമായിരിക്കും ഈ കുഞ്ഞു ബ്രീഡിനൊക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ സാധാരണ പാരഷൂട്ട് ഓയിലാണ്. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് കാരണം ഡോഗ്സിൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്കത് നല്ലതാണ്. അപ്പോൾ ഡ്രൈനെസ് തന്നെയാണ് ചൊറിഞ്ഞു പൊട്ടുന്നതിന് പ്രധാനമായിട്ടുള്ള റീസൺ. പിന്നുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഫുഡ് അലർജിയാണ്. ഏതെങ്കിലും ഒരു ഫുഡ് കൊടുക്കുന്ന ദിവസം ഭയങ്കരമായിട്ട് ചൊറിയുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഫുഡ് നിങ്ങളുടെ ഡോഗിന് അലർജിക് ആണെന്നുള്ള മനസ്സിലാക്കാം. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കോമൺ ആയിട്ട് ഡോഗ്സിൽ അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ട് ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫുഡെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞങ്ങളുടെ ഡോഗിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇഷ്ടമാണെങ്കിൽ വാങ്ങണേ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത റീസണിലോട്ട് പോവാം. പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അതായത് ഷാംപൂ, കണ്ടീഷണർ, പിന്നെ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഡോഗിന് അലർജിക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൊറിഞ്ഞു പൊട്ടാം. സ്കിന്നിന് മറ്റു പല ഇഷ്യൂസും ഉണ്ടാവാം, റാഷസ് പോലെയൊക്കെ വരാം. അപ്പോൾ എന്നാണോ ഈ ഇച്ചിങ് കൂടുതലായിട്ട് കാണുന്നത് അന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ചെന്നൈയിലൊക്കെ വെള്ളത്തിൽ ചെറിയ രീതിക്ക് ഉപ്പുണ്ടാവും. അത് ചില ഡോഗ്സിന് ഇഷ്യൂ ഉണ്ടാക്കാം. എൻ്റെ മുത്തുമണിക്ക് അതൊന്നും പ്രശ്നമല്ല. ചില ഡോഗ്സിൽ അങ്ങനെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ പ്രശ്നമാകാം, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ പ്രശ്നവും ആകാം. ഇനി 4ാമത്തെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനറാണ്. പെറ്റ് ഫ്രണ്ട്ലി ഫ്ലോർ ക്ലീനർ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിക്കോ. ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതൊരു കാരണമാണ്. ഞാൻ മുന്നേ ഇവനെ വാങ്ങിയ സമയത്ത് ഡെറ്റോൾ വെള്ളത്തിൽ കലക്കിയിട്ട് തറ തുടയ്ക്കുമായിരുന്നു. അവന് വയറിൽ മൊത്തം റാഷസായി. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാകാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഡെറ്റോൾ ഡോഗ്സിന് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ എപ്പോഴും പെറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഇനി 5ാമത്തെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോഗിന് ചെള്ള് പോലുള്ള സംഭവങ്ങളൊന്നും ദേഹത്തില്ലല്ലോ എന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. പുറത്തൊരു വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് എവിടെന്നെങ്കിലും അങ്ങനത്തെ ടിക്സും ഫ്ലീയും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോഴാണെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ ഡോഗ്സ് ഉണ്ടാകാം. അവർ നടന്നു പോയ വഴിയിലൊക്കെ നമ്മളുടെ ഡോഗ്സിനെ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയും കിട്ടാം. അപ്പം പലരും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഡോഗ് മറ്റൊരു ഡോഗിൻ്റെ കൂടെ കോൺടാക്റ്റിൽ പോലും വന്നിട്ടില്ല,
പിന്നെ എങ്ങനെയാണ് ഈ ചെള്ളൊക്കെ വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് അതിന് പിന്നിലുള്ള റീസൺ. മറ്റു ഡോഗ്സ് നടന്നു പോയിട്ടുള്ള ആ വഴിയിലും ചെടിയുടെ അടുത്തും ഒക്കെ ഉണ്ടാവും ഈ ചെള്ളെന്ന് പറയുന്നത്. അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടത്തില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് കുളിപ്പിക്കുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് നോക്കണം. വല്ലാണ്ട് ചൊറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. അപ്പോൾ ടിക്സ് ഫ്ലീ ഒക്കെ മാറ്റാനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ടിക്സ് ആൻഡ് ഫ്ലീ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും ഒന്ന് നോക്കുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് ഈ ചൊറിച്ചിലും ചൊറിഞ്ഞു പൊട്ടുന്നതും മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക. അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, എന്തെങ്കിലും അലർജൻസ് ഒക്കെ ബോഡിയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ. അതുപോലെ സ്കിന്നിൽ എന്താണ് പ്രശ്നം എന്നുള്ളതും ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.